ദീപാവലി കളറാക്കാൻ സൂര്യയും അജിത്തും മെഗാ ക്ലാഷിനൊരുങ്ങി തമിഴ് സിനിമാലോകം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തണേ. ബിഗ് ബജറ്റ് ചിത്രങ്ങളും സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങളുമാണ് തമിഴ് സിനിമ പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. ജൂലൈ മുതൽ തമിഴിൽ ബിഗ് റിലീസുകളുടെ കാലമാണ്. ഈ ദീപാവലിക്ക് തമിഴിൽ ഒരു ബോക്സ് ഓഫീസ് ക്ലാഷ് തന്നെയാണ് വരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. സൂര്യയുടെ കങ്കുവയും അജിത്തിന്റെ വിടാമുയർച്ചയുമാണ് ദീപാവലി കളറാക്കാൻ പ്രേക്ഷകർക്ക് മുന്നിലെത്തുക. നിലവിൽ വിടാമുയർച്ചയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുകയാണ്. തമിഴ് മകിഴ് തിരുമേനി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അവസാന ഷെഡ്യൂൾ അസർബൈജാനിൽ ജൂൺ 20-ന് തുടങ്ങുമെന്നാണ് വിവരം. ചിത്രം ദീപാവലിക്ക് തന്നെ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. തൃഷയാണ് ചിത്രത്തിൽ അജിത്തിന്റെ നായികയായി എത്തുന്നത്. അർജുൻ സർജ, ആരവ്, റജീന, കസാൻഡ്ര തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. അനിരുദ്ധ് രവിചന്ദ്രൻ ആണ് ചിത്രം സംഗീതമൊരുക്കുന്നത്. അതേസമയം ശിവ സംവിധാനം ചെയ്യുന്ന സൂര്യയുടെ കങ്കുവയും പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ്. ഓഗസ്റ്റ് അവസാനത്തോടുകൂടി ചിത്രത്തിന്റെ 3D VFX ജോലികൾ പൂർത്തിയാകുമെന്ന് അണിയറ പ്രവർത്തകർ മുൻപ് അറിയിച്ചിരുന്നു. ബോബി ഡിയോൾ, ദിഷ പട്ടാനി തുടങ്ങിയവരും കങ്കുവയിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തണേ. ടർബോ കുതിപ്പ് മൂന്നാം വാരത്തിൽ 200-ലധികം തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നു. മമ്മൂട്ടി നായകനായെത്തിയ മാസ് ആക്ഷൻ കോമഡി ചിത്രം ടർബോ മൂന്നാം വാരത്തിൽ മികച്ച പ്രേക്ഷക പിന്തുണയോടെ പ്രദർശനം തുടരുന്നു. 200-ലധികം തിയേറ്ററുകളിലാണ് മൂന്നാം വാരത്തിൽ ചിത്രം പ്രദർശനം തുടരുന്നത്. റിലീസ് മുതൽ തുടങ്ങിയ കുതിപ്പ് 3 ആഴ്ചകൾ പിന്നിടുമ്പോഴും തുടരുകയാണ് ചിത്രം. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വൈശാഖാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. മിഥുൻ മാനുവൽ തോമസിന്റേതാണ് തിരക്കഥ. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 5ാമത്തെ സിനിമയാണ് ടർബോ. ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ വെൽഫെയർ ഫിലിംസും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ റൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ്. ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ജോസ് എന്ന കഥാപാത്രമായി മമ്മൂട്ടി എത്തുന്ന ചിത്രത്തിലെ മറ്റു പ്രധാന വേഷങ്ങൾ കന്നഡ താരം രാജ്ബി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് അവതരിപ്പിക്കുന്നത്. ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഫിനിക്സ് പ്രഭുവാണ് സംഘടനാ സംവിധായകൻ. പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ ദേവസ്യ ടീമും ചേർന്നാണ് ഒരുക്കുന്നത്. പോക്കിരിരാജ, മധുരരാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വൈശാഖും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണ് ടർബോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ അമർത്തി ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. വിജയുടെ ഗോട്ട് വെല്ലുവിളിയാകുമോ അമരനുമായി ശിവകാർത്തികേയൻ? റിലീസ് അപ്ഡേറ്റ്. അയലാന് ശേഷം ശിവകാർത്തികേയന്റേതായി റിലീസിന് ഒരുങ്ങുന്ന ചിത്രമാണ് അമരൻ. പ്രഖ്യാപനം മുതൽ തന്നെ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് അമരൻ. ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുമ്പോൾ ചിത്രത്തിന്റെ റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. സെപ്റ്റംബർ 27-ന് വിനായക ചതുർത്ഥിയോടനുബന്ധിച്ചായിരിക്കും ചിത്രം പ്രേക്ഷകരിലേക്കെത്തുന്നതെന്നാണ് റിപ്പോർട്ട്. ദളപതി വിജയുടെ ദ ഗ്രേറ്റ് ഓഫ് ഓൾ ടൈമിന് ശേഷം തമിഴ് സിനിമ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ബിഗ് റിലീസ് കൂടിയാണ് അമരൻ. വിജയുടെ ഗോട്ട് സെപ്റ്റംബർ 5-നാണ് പ്രേക്ഷകരിലേക്കെത്തുക. ശിവകാർത്തികേയന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായിരിക്കും അമരൻ എന്നാണ് പൊതുവെ വിലയിരുത്തലുകൾ. മുൻപും താരത്തിന്റെ ആക്ഷൻ സിനിമകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും അമരൻ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരിക്കും എന്നാണ് റിപ്പോർട്ട്. മേജർ മുകുന്ദ്, വരദരാജൻ എന്നീ കഥാപാത്രമാണ് ചിത്രത്തിൽ ശിവകാർത്തികേയൻ എത്തുന്നത്. ഇന്ത്യാസ് മാസ് ഫിയർലെസ് എന്ന പുസ്തകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് രാജ്കുമാർ പെരിയസ്വാമി ചിത്രം ഒരുക്കുന്നത്. രാജ്കുമാർ പെരിയസ്വാമി തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നതും. സായി പല്ലവി, പ്രഭു അറോറ, രാഹുൽ ബോസ്, ലല്ലു, ഹനു റാവർ, അജയ് നാഗരമാൻ, സൽമാൻ, ഗൗരവ്, വെങ്കടേഷ്, ശ്രീകുമാർ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. GV പ്രകാശാണ് സംവിധാനം ഒരുക്കുന്നത്. രാജ് കമൽ ഫിലിംസും സോണി പിക്ചേഴ്സും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഉണ്ണിമുകുന്ദന്റെ ഗരുഡൻ 30 കോടിയിലേക്ക്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ബെല്ലൈക്കൺ അമർത്തി ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക, ഒന്ന് ഷെയറും ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് കമൻറ്റും ചെയ്യുക. ചിത്രം ഏറ്റെടുത്ത കുടുംബ പ്രേക്ഷകർ. ഉണ്ണിമുകുന്ദൻ പ്രധാന കഥാപാത്രമായി എത്തിയ തമിഴ് ചിത്രം ഗരുഡൻ ആദ്യവാരം ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനമാണ് നടത്തിയത്. സൂര്യ നായകനായി അഭിനയിച്ച ചിത്രം ആദ്യ ആഴ്ചയിൽ ഇന്ത്യയിൽ ഏകദേശം 29 കോടിയാണ് നേടിയത്. പ്രവൃത്തി ദിവസങ്ങളിലും ചിത്രം മികച്ച കളക്ഷൻ നേടി. ചിത്രത്തിന്റെ ഏറ്റവും മികച്ച കളക്ഷൻ ലഭിച്ചത് തമിഴ്നാട്ടിൽ നിന്നാണ്. അവിടെ ചിത്രം 7 ദിവസം കൊണ്ട് 26 കോടി. ഈ വർഷം അയലാൻ, ക്യാപ്റ്റൻ മില്ലർ, അരമനൈ 4 എന്നിവയ്ക്ക് ശേഷം തമിഴിൽ ആദ്യ ആഴ്ചയിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമാണ് ഗരുഡൻ. കുടുംബ പ്രേക്ഷകരാണ് ഏറെയും കാണാൻ എത്തുന്നതെന്ന് തിയേറ്ററിൽ ഉടമകൾ പറഞ്ഞിരുന്നു. ദുരൈ സെന്തിൽകുമാറാണ് ചിത്രത്തിന്റെ സംവിധാനം. യുവൻ ശങ്കർ രാജയാണ് സംഗീതം. സമുദ്രഖനി, ശിവദ, രേവതി ശർമ്മ, മൊട്ടൈ
രാജേന്ദ്രൻ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. വെട്രിമാറിന്റെ ഗ്രാൻഡ് റൂട്ട് ഫിലിം കമ്പനിയും ലാൻഡ് സ്റ്റുഡിയോയും ചേർന്നാണ് നിർമ്മാണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് അമർത്താണ്.